വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ തേർഡ് ചാപ്റ്ററാണ്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ആ ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മീനിങ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഫോം ഫോർ ദ rendering services and not for making profit. These are formed for promoting art, culture, sports, education, welfare, etc. Medical associations, charitable trusts, welfare societies, libraries, sports club, hospitals, educational institutions, etc. are examples. അതുവരെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അതായത് ലാഭം കിട്ടാൻ ആഗ്രഹിക്കാത്ത, ഇപ്പോൾ ഹോസ്പിറ്റലാവാം, സ്പോർട്സ് ക്ലബ്ബുകളാവാം, ലാഭത്തിന് വേണ്ടിയിട്ടല്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ പറഞ്ഞത് their primary aim is to render services to their members and to the society and not to make profit. അതായത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി എയിം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെമ്പേഴ്സിന് എന്താണ് സർവീസുകൾ കൊടുക്കുക എന്നുള്ളതും, സൊസൈറ്റിക്ക് അതായത് പ്രോഫിറ്റ് എന്താണ് കിട്ടാതെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവശ്യമില്ലാതെ മെമ്പേഴ്സിന് സർവീസുകൾ കൊടുക്കുക എന്നുള്ളതും, സൊസൈറ്റിക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാതെ എന്താണ് എന്തെങ്കിലും ഒരു സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദേ ഡു നോട്ട് അണ്ടർടേക്ക് എനി ട്രേഡിംഗ് ആക്ടിവിറ്റി. ഒരു തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റിയും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ട്രേഡിംഗ് മീൻസ് സാധനം വില കുറഞ്ഞ് വാങ്ങി ലാഭത്തിന് വിറ്റിട്ടല്ല ചെയ്യുന്നത്. ദേ പ്രൊമോട്ട് ആർട്ട്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. നോർമലി ദേ ഡു നോട്ട് ഹാവ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അവർക്ക് എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. They do not prepare trading and profit and loss account. Instead, they prepare income and expenditure account. അവർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നില്ല, അതിന് ബദലായിട്ട് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ദേ മെയിൻറ്റെയിൻ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്. അത് റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദ സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ മെമ്പർ. സർപ്ലസ് മെമ്പേഴ്സിന് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത്. അതിൽ ആദ്യം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് ദ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറിയാണ്. ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ക്യാഷ് ബുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. അത് ഒരു എൻഡ് ഓഫ് ദി ഇയറിൽ ക്യാഷ് ബുക്കിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ക്യാഷ് റെസീറ്റ്സ്. എല്ലാ ക്യാഷ് റെസീറ്റും കണ്ടെയ്ൻ ചെയ്യുന്നു. ഓൾ ക്യാഷ് പേയ്മെൻറ്റ്, എല്ലാ ക്യാഷ് പേയ്മെൻറ്റും വരുന്നു എന്നുള്ളതാണ്. വെദർ ദേ ആർ ക്യാപിറ്റൽ ഓർ റവന്യൂ നേച്ചർ. അപ്പോൾ ഇത് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക പഠിക്കാനായിട്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ. ഇനി ഫീച്ചേഴ്സ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് റിയൽ അക്കൗണ്ടാണ്. അത് റിയൽ അക്കൗണ്ട് മീൻസ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ്. അത് ക്യാപിറ്റൽ നേച്ചർ, റവന്യൂ നേച്ചർ രണ്ടും അതിൽ വരും എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിൽ നിന്നും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിൽ നിന്നുമാണ്, ബാങ്ക് ബാലൻസിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അതായത് ക്ലോസിംഗ് ക്യാഷും ബാങ്ക് ബാലൻസിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഇൻ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ക്യാപിറ്റലിലും റവന്യൂ നേച്ചറിൽ നിന്നാണ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ എക്രോഡ് ഇൻകോ ഒന്നും ഇതിൽ വരുന്നില്ല. ക്യാഷ് ബേസിസിൽ മാത്രമാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. റെസീറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. റെസീറ്റുകൾ ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റുകളെ ക്രെഡിറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഷോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരീഡ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആ പീരീഡിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു 5 പോയിൻറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് ബുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്ക് ഒരു പ്രിൻസിപ്പൽ സബ്സിഡറി ബുക്കാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഒരു മെമ്മറാൻഡം അക്കൗണ്ടാണ്. മെമ്മറാൻഡം അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക അക്കൗണ്ടാണത്. ഇനി ഈ ക്യാഷ് ബുക്കിൽ ത്രൂ ഔട്ട് ദ ഇയറിൽ എന്ത് ചെയ്യും, വി വിൽ റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ്. ബട്ട് ഇൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. ഒരു പീരീഡ് കഴിയുമ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ബുക്ക് നോക്കിയിട്ട്, അതായത് എഴുതി വെച്ചാൽ ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണത്. ഇത് ഡേറ്റ് വൈസിലാണ് റെക്കോർഡ് ചെയ്യുക, ഇത് ഡേറ്റ് വൈസിലല്ല റെക്കോർഡ് ചെയ്യുക. ഇതെന്താണ് ഒരു ഡീറ്റെയിൽഡ് ഫോം ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇത് സമ്മറി മാത്രമായിരിക്കും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇവിടെ ചെറിയൊരു ചെറിയൊരു പ്രിൻറ്റിംഗ് എറർ ഉണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്.
ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബോത്ത് ബൈ പ്രോഫിറ്റ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രോഫിറ്റ് ഉണ്ടാക്കാതെ നോട്ട് ഫോർ പ്രോഫിറ്റ് സ്ഥാപനങ്ങളും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഇത് ഓൺലി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാത്രമേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുള്ളൂ. ഇനി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ബാലൻസ് വരും ഇവിടെ, ഓപ്പണിംഗ് ബാലൻസ് അത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും വരും. സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ വരും. നമുക്ക് റെസീറ്റുള്ള, അതായത് നമുക്ക് വരുന്ന വരുമാനങ്ങളാണ്, റെസീറ്റ്സ് ആണ് ഇവിടെ ഇത് എൻട്രൻസ് ചെയ്തു. ഇതിൻ്റെ ഹെഡിങ് റെസീറ്റാണ്, എമൗണ്ട് പേയ്മെൻറ്റ് എമൗണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പേയ്മെൻറ്റുകളാണ് സാലറി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, പിന്നെ ഡൊണേഷൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്, ലെഗൽസീസ് ഇങ്ങോട്ട് കിട്ടിയത്, സെയിൽ ഓഫ് അസറ്റിന് ഇങ്ങോട്ട് പൈസ കിട്ടിയത്, ഇൻട്രസ്റ്റിന് ഇങ്ങോട്ട് കിട്ടിയതൊക്കെ അവിടെ വരും. ബാലൻസ് ഇവിടെ വരും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷും ബാങ്കും ഇവിടെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് വരിക. പിന്നെ ഹോണറേറിയ നമ്മൾ കൊടുത്തതൊക്കെ അവിടെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു എന്ത് വരുന്നത്, ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1, ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ഭാരത് സ്പോർട്സ് ക്ലബ് പ്രിപ്പയർ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2024. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ഇത് ഏതാ വർഷം? March 31, 2024. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ സാമ്പത്തിക വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള പൈസ ഈ വർഷം കിട്ടിയതാണ്. അടുത്ത വർഷം കിട്ടാനുള്ള തുകയും ഈ വർഷം കിട്ടിയത്, അത് 22, 23 തുക കിട്ടിയതാണ്. കഴിഞ്ഞ വർഷത്തെ തുക കിട്ടാനുള്ളത് കിട്ടി. ഈ വർഷത്തെ തുക കിട്ടിയിട്ടുണ്ട്, അടുത്ത വർഷത്തെ തുക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രീപെയ്ഡ് ഇൻകമാണ്. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഫർണിച്ചർ പർച്ചേസ് ചിലവാണ്, ഓഫീസ് എക്സ്പെൻസുകൾ ചിലവാണ്. പിന്നെ എന്താണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ വരവാണ്, ഡൊണേഷൻ റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് അത് ചിലവാണ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ചിലവാണ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് ചിലവ്, എക്സ്പെൻസ് ഓഫ് മെയിൻ്റനൻസ് ചിലവ്, സാലറി പെയ്ഡ് ചിലവ്, ടൂർണമെൻറ്റ് എക്സ്പെൻസ് ചിലവ്, ഡിപ്രിസിയേഷൻ ചിലവ്, ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും എഴുതുക. 3 വർഷത്തെ എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ 3 ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ആഡ് ചെയ്യുക. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ കിട്ടിയത്, ഡൊണേഷൻ റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ വരവ് കിട്ടിയ സംഗതികളൊക്കെ അവിടെ എഴുതുക. ചിലവ് റെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ, മെയിൻ്റനൻസ് എക്സ്പെൻസ്, സാലറി, ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ഫർണിച്ചർ പർച്ചേസ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്. അത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ്, ഇതാണ് കൂടുതൽ, 12,500 വരുന്നുണ്ട്. ഇവിടെ അത്ര ഇല്ല, ഇവിടെ എത്രയേ ഉള്ളൂ, 11,200 സംതിങ്ങേ വരുള്ളൂ. എല്ലാം കൂടി കൂട്ടിയാൽ, ഇത് കംപ്ലീറ്റ് കൂട്ടി കഴിഞ്ഞാൽ അത്രേ വരുന്നുള്ളൂ. ആ ഡിഫറൻസ് ആണ് എന്ത്, ബാങ്ക് അക്കൗണ്ട്, അത് ബാലൻസിങ് ഫിഗറാണ്. ഒരു ബേസിക് ആയിട്ട് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇങ്ങനെയാണ് നമ്മളടുത്ത് ചോദിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് വരവുകളൊക്കെ എഴുതുക. അതിലാദ്യം ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ആണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീ, ഡൊണേഷൻ റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഇവിടെ റെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്, എല്ലാ ചിലവുകളും. അത് കഴിഞ്ഞ് ക്യാഷ് ബാലൻസ് വരെ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് കൊടുത്തില്ല. അപ്പോൾ ഇത് കിട്ടുന്ന ബാലൻസ് എന്താണ്, ബാലൻസിങ് ഫിഗർ ബാങ്ക് ബാലൻസ് ആണ്. പിന്നെ വരുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, IE അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് surplus or deficit loss of a non-profit organization for a particular period. In this account only revenue, expense and revenue receipts for the period are recorded. ഇതുവരെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതിൽ ഈ പറയുന്ന റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻസും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അത് അക്രൂഡ് ബേസിലും എന്നാണ് നമ്മളത് ചെയ്യുന്നുള്ളതാണ്, റിയൽ ബേസിൽ മാത്രമല്ല. അതിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോമിനൽ അക്കൗണ്ടാണ്, അത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ലോസുകളും എക്സ്പെൻസുകളും അതിൽ ഡെബിറ്റ് സൈഡിലും, എല്ലാ ഇൻകംസും ഗെയിനും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി റവന്യൂ റെസീറ്റ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്. ക്യാപിറ്റൽ ഐറ്റംസ് ആർ ഇഗ്നോർഡ്. ഇറ്റ് ടേക്സ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഫോർ ദ കറൻറ്റ് ഇയർ ഓൺലി ആൻഡ് ദീസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ഫുൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ബാഡ് ഡെപ്റ്റ്, ഡിപ്രിസിയേഷൻ. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്, ദ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 പോയിന്റ് പഠിച്ചു വെക്കുക. ഇത് റവന്യൂ റെസീറ്റും പേയ്മെൻറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെന്താണ്, നോൺ ക്യാഷ് ഐറ്റംസ് ഇതിലെടുക്കും. പിന്നെന്താണ്, ഈ പറയുന്ന ക്ലോസിംഗ് ബാലൻസ് ഒക്കെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളടുത്ത് ചിലപ്പോൾ ഷോർട്ടേജ് ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ക്യാപിറ്റലും റവന്യൂ ഐറ്റംസ് വരും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ വരുള്ളൂ. ഇതൊരു ക്യാഷ് ബുക്ക് പോലെയാണ്, ഇത് P&L അക്കൗണ്ട് പോലെയാണ്. പിന്നെന്താണ്, റെസീറ്റ്സ് ആർ ഷോൺ. ഡെബിറ്റ് സൈഡിൽ റെസീറ്റുകളും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻ്റ് ആണ്. ഇവിടെ എന്താണ്, എക്സ്പെൻസുകളാണ് ഡെബിറ്റ് സൈഡിൽ, ഇൻകം എന്താണ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്.
പിന്നെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസും ആണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെ ഇത് ക്യാഷ് ബേസിസിലാണ്, ഇത് അക്രൂവൽ ബേസിസിലാണ്. പിന്നെ എന്താണ് പ്രീവിയസ് ഇയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നാണ് കറണ്ട് ഇയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു 5 പോയിൻ്റ് നോക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോൺ ട്രേഡിംഗ് കൺസേൺ ചെയ്യുന്നതാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് കൺസേൺ ചെയ്യുന്നതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് നോക്കുക, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് നോക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വിത്തൗട്ട് എനി ബാലൻസ് ആണ്, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസിലാണ് തുടങ്ങുക. ഇറ്റ് ഇസ് ക്ലോസിംഗ് ബാലൻസ് ഈ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുക. അപ്പോൾ ഒരു 5 പോയിന്റ് ഇതിലും നോക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാലറി, അതായത് എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും സാലറി, അതായത് നോമിനൽ എക്സ്പെൻഡിച്ചേഴ്സ് സാലറി, റെൻറ്റ്, റേറ്റ്, ടാക്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയർ, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീസ്, ഹോണറേറിയം, upkeep of loans, surplus, subscription, interest on investment, general donation, sale of newspaper, government grant, sale of old material, sports material, ഡെഫിസിറ്റ് ബാലൻസ്. ഇവിടെ സർപ്ലസ് ആണെങ്കിൽ ഇവിടെ വരും, ഡെഫിസിറ്റ് ആണ് ഇവിടെ വരും. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. എല്ലാ വരവുകളും ഇവിടെ എഴുതുക, ചിലവുകൾ ഇവിടെ എഴുതുക എന്നുള്ളതാണ്. അതായത് നോമിനൽ വരവുകൾ, റവന്യൂ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റുകളും ഇവിടെ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത്. എക്സാമ്പിൾ 2 ആണ്. ഫോളോയിങ് ഇസ് ദ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡയമണ്ട് സ്പോർട്സ് ക്ലബ്ബ് തൃശ്ശൂർ ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2024. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കാനാണ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ തന്നിട്ടുണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീ, ഓൾഡ് ന്യൂസ് പേപ്പർ, സ്പോർട്സ് ഫീ. ഓക്കെ, പിന്നെ അത് സാലറി, സ്പോർട്സ് മെറ്റീരിയൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി ചാർജ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് തയ്യാറാക്കണം, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം. ഇത് കൂടാതെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. 2023-24 1000, 22-23 1500, 22-23 1500. അത് റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ 23-24 ആണ്. ഓക്കെ, ഈ വർഷം ഏതാ വരുന്നത്, ഇത് 2023-24 വർഷമാണ്. ഓക്കെ, അപ്പോൾ 22-23 23-24 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 4500, ഇലക്ട്രിസിറ്റി ചാർജ് 700, ഡിപ്രിസിയേഷൻ സ്പോർട്സ് മെറ്റീരിയൽ 20% ഫർണിച്ചർ 5%, വാല്യൂ ഓഫ് ഫർണിച്ചർ 12000 പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ സൈഡിലൊക്കെ ഇൻകം ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ വർഷം കിട്ടിയത് 42,000 ആണ്. അപ്പോൾ അതിൽ നിലവിലെ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ പറയുന്നുണ്ട് 1000, പ്രീവിയസ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് 1500. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഇവിടെ എഴുതി ലെസ് എന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ലാസ്റ്റ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക, കറണ്ട് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതുക. പിന്നെ എൻട്രൻസ് ഫീ വരുന്നുണ്ട്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്പോർട്സ് ഫീ, ഇതൊക്കെ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് തന്നെ പോകേണ്ട ഇൻകം. അപ്പോൾ എന്താണ് അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, സാലറി, പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി ചാർജ്, അപ്കീപ്പ് ഗ്രൗണ്ട്, സ്പോർട്സ് മെറ്റീരിയൽ, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അസറ്റുകളാണ്. സാലറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ചാർജിന് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. പിന്നെ ഡിപ്രിസിയേഷനെ കുറിച്ചും പറയുന്നുണ്ട്. മെറ്റീരിയൽ 20% അപ്പോൾ ഇതിൻ്റെ 20% വരും. പിന്നെ ഫർണിച്ചർ 5%. ഫർണിച്ചർ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 12000, ഇതിൻ്റെ 5%. അപ്പോൾ അതാണ് ഇവിടെ സാലറീൻ്റെ കൂടെ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, പോസ്റ്റേജ് എഴുതുക, ഡയറക്റ്റായിട്ട് എഴുതുക, ഇലക്ട്രിസിറ്റി ചാർജ് അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക, അപ്കീപ്പ് ഗ്രൗണ്ട്, ഡിപ്രിസിയേഷൻ നമ്മൾ എഴുതുക. ഈ ഭാഗത്താണ് കൂടുതൽ, അത് ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. അതിൽ നിന്നാണ് എല്ലാ ചിലവുകളും കുറയ്ക്കുന്നു. അപ്പോൾ എന്താണ് 17,000 രൂപ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഇത്രയും പോർഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ബാലൻസ് ഷീറ്റ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ സെയിം മാനർ ആസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് പ്രിപ്പയർഡ്. പിന്നെ മറ്റ് പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കേണ്ടതാണ്. അതിലേക്ക് അധികം നമ്മൾ എന്താണ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ക്രെഡിറ്റേഴ്സ്, ലോൺ, സ്പെഷ്യൽ ഫണ്ട്, ദെൻ ആഡ് ഇൻകം, അല്ലെങ്കിൽ ലെസ് എക്സ്പെൻസ്, ക്യാപിറ്റൽ ഫണ്ട്, ആഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്, ക്യാപിറ്റൽ റെസീറ്റ്, സർപ്ലസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ അതിന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. ഇതാണ് ഒരു ഫോർമാറ്റ് ഉള്ളത്. സോ അതുവരെ നമ്മളൊരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ
നമ്മളോട് ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട്. ഫർണിച്ചർ ബിൽഡിംഗ് കൊടുത്തിട്ട് അസറ്റിൽ എഴുതേണ്ടതാണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ് ഇത്. 2023-24 വർഷമാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ കറണ്ട് ഇയർ ആണ്. പിന്നെ ഇൻകം റിസീവ്ഡ് അത് എന്താണ്, ഇത് അസറ്റാണ്, ഇത് ലയബിലിറ്റി ആണ്. കാര്യം എന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ലോൺ ബോറോഡ് ലയബിലിറ്റി ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്. ഇത് അസറ്റ്, ഇത് അസറ്റ്, ഇത് അസറ്റ്, ഇത് ലയബിലിറ്റി, ഇത് എന്താണ് ലയബിലിറ്റി, അസറ്റ്, അസറ്റ്, അസറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അസറ്റാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫർണിച്ചർ ബിൽഡിങ് ഇവിടെ നിന്നാണ് ലോൺ ബോറോഡ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, ക്യാപിറ്റൽ ഫണ്ടായിട്ട് വരിക. അങ്ങനത്തെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക.